ഞാൻ ഇന്നലെ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല. പക്ഷെ ഞാനും ഹോസ്റ്റലിൽ എന്റെ കൂട്ടുകാരനെ ഷാക്കിറുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയേക്കായിരുന്നു ഇന്നലെ രാത്രി. ഫുഡ് കഴിക്കാൻ പോയിട്ട് 10:30 കഴിഞ്ഞ സമയത്തൊക്കെയാണ് 10:30 കഴിയുമ്പോഴാണ് ഫുഡൊക്കെ കഴിച്ചത്. ആദിൽ നിസാം ഞങ്ങൾ അതാ ഞങ്ങളിപ്പോ വന്നത്. ഇവിടെ ഞങ്ങൾ കോളേജിൽ തന്നെ ഉണ്ടായി, ക്യാമ്പസ് തന്നെ ഉണ്ടായി. ഇന്നലെ ഞങ്ങളുടെ പേര് ആകാശ് അവിടെ മൊഴിയിൽ ആകാശ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവര് SFIയിലെ വിദ്യാർത്ഥികൾ അവര് പറഞ്ഞുണ്ടാക്കണേ. ഞങ്ങള് കേസിലൂടെ ഇന്നലെ ഞാൻ പോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു 8:30 ആയപ്പോ പോട്ടർ ഓർഡർ അടിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ ഷാക്കിറും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ 10 മണി കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിച്ചു കഴിഞ്ഞത്. അപ്പൊ ഗ്രില്ലടക്കും ഹോസ്റ്റലിലെ 10 മണിക്ക്. പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ പുറത്തൊരു റൂമിൽ കൂട്ടുകാരൻ റൂമിൽ പോയി കിടന്ന്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങൾ എന്തുവാന്ന് അറിയത്തില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമാണല്ലോ റൂമിൽ? അതെ അതെ. അതിൽ തന്നെ പറയുന്ന ആകാശ് നിരപരാധിയാണ്. അപ്പൊ എങ്ങനെ ആ റൂമിൽ അത്രയും കൊണ്ടിട്ട് കഞ്ചാവ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് സംഭവം അറിയത്തില്ല, അതാണ് സംഭവം. നിങ്ങളുടെ റൂം അങ്ങനെ പൂട്ടിയൊന്നും ഇടാറില്ല? നമ്മൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് നമ്മളെ കബോർഡോ റൂമോ പൂട്ടിയിടേണ്ട ആവശ്യമില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കബോർഡ് റൂമൊക്കെ പൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കോളേജ് വിദ്യാർത്ഥികളല്ലേ, എപ്പോഴും തുറക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടായി. ഇന്നലെ 10 മണിക്ക് ശേഷം സാധാരണ ഗ്രില്ല് അടക്കുന്നതുകൊണ്ട് പുറത്ത് റൂമിൽ കൂട്ടുകാരുടെ റൂമിൽ പോയി തൊട്ടടുത്ത് തന്നെ റൂമിൽ പോയി താമസിക്കും. ഇതൊരു ആരോപണമാണോ? ഇത് തീർച്ചയായിട്ടും ഞാൻ പറയാം ചേട്ടാ. ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. എന്നിട്ട് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഇതുമൂലം മറ്റിതര പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇല്ല ഹോസ്റ്റലില് രാത്രിയാണ് ആരെ കയറും ഒന്നും അറിയില്ല. ഞാനിവിടെ ഉണ്ടായില്ല. പ്രിൻസിപ്പൾ എന്താണ് അറിഞ്ഞത്? നിങ്ങൾ എന്താണ് എങ്ങനെ അത് ഈ പാർട്ടിയുടെ രാഷ്ട്രീയപരമായി ഇവര് ഇടാൻ നോക്കുന്നതാണോ എന്ന് അറിയാം. ഞങ്ങൾ നാട് വിട്ടു എന്നൊക്കെയാ പറഞ്ഞത്. അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാ മനസ്സിലാവാത്തത്. അതെ അതെ, ആകാശിന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിലും. ആകാശ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് നോക്കിയാലും ഇതെങ്ങനെ വന്നെന്നോ ഒന്നും ആരെങ്കിലും എന്തുവാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് പറഞ്ഞത് ഈ ആദിലും അതോടൊപ്പം തന്നെ അനന്തവും ഈ വിഷയം വന്നപ്പോൾ ഇവിടെ റെയ്ഡ് വന്നപ്പോൾ നിങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എവിടെ പോയി? ഞാനിവിടെ നിന്ന് ഓടേണ്ട കാര്യം ഓടി ഞങ്ങൾ തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. വേണേ ഇസ്ത്രീ കാണിച്ചു തരാം. ഞങ്ങൾ പോട്ടർ ഓടി പൈസ ഉണ്ടാക്കുന്നതാ. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനും ഇതുപോലെ കേസിൽ നിന്നിട്ടുള്ള ആളാ. അതുകൊണ്ട് ഈ പാർട്ടിയുടെ ഒരു ഇതില് എന്താ പറയാ മത്സരിച്ചിട്ട് ഇതിനായിട്ട് ഈ മറ്റിതര രാഷ്ട്രീയക്കാരിങ്ങനെ ചെയ്യണമെങ്കിൽ ഇല്ല ഇതിനു മുമ്പ് പിടിച്ചായിരുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ അങ്ങനെയല്ലല്ലോ. ഇല്ല. അതിൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവന്നു. ആ സമയം ഞാൻ ഇവിടെ ഇല്ല. സംഭവം എന്റെ കൂട്ടുകാരൻ ആകാശാണുള്ളത്. പക്ഷെ എങ്ങനെ എത്തിയെന്നോ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്ക്. അതാണ് സംഭവം. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ സംഭവം? ഞങ്ങള് ഒരു 10:30 ആയപ്പോ ഹോസ്റ്റലിലോട്ട് വിളിച്ച് ഞങ്ങളെ. അപ്പൊ അവിടുന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്തുവാ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് 10 മണിക്ക് ഹോസ്റ്റലിലെ ഗ്രില്ല് അടക്കും. അപ്പൊ അതിനുശേഷം ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല. അപ്പൊ പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന്. പിന്നെ അങ്ങനെ ഉറങ്ങി രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പൊ ഞങ്ങൾ ചുമ്മാ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും ലഹരി ഉപയോഗം വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നേരത്തെ അറിയില്ല? നിങ്ങൾ ഈ ഹോസ്റ്റലിൽ കുറെ താമസിക്കുന്നതല്ലേ? ഞാനിപ്പം ഈ വർഷമാണ് 3rd ഇയറിലാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് കയറിയത് തന്നെ. ഞാനും ആകാശും ഈ 3rd ഇയറിലാണ് ഹോസ്റ്റലിലേക്ക് കയറി. ഇതിന് മുമ്പും പിടിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനെ കുറിച്ചൊന്നും അറിയില്ല ഞങ്ങള്. സംഭവം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 8-9 മണിയൊക്കെ ആയപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ. റൂമിൽ നിന്ന് ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി പോയതാ. പിന്നെ ഞങ്ങൾ ഈ സംഭവം ഒക്കെ അറിയുന്നത് അതിന് ശേഷമാണ്. ഇത് ആകാശിനെ കൊടുക്കാൻ ആരെയും കൊണ്ട് ഇട്ടതാണെന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിലൊന്നും ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതില് ആരെയും പെടുത്തിയതാണോ കാര്യമൊന്നും അറിയത്തില്ല. അതെ, അവിടെ ഈ കഞ്ചാവ് അതോടൊപ്പം തന്നെ അത് തൂക്കാനുള്ള മെഷീൻ ഒരു വിപണന അടിസ്ഥാനത്തിൽ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒരു ചെറിയ സംഭവമാണോ? പക്ഷെ
എന്തുവാ മുറിയിലാണത്. മുറിയിന്നാണ് കിട്ടിയത്, അതാ പറഞ്ഞത്. പക്ഷെ ആ ഇല്ല, ഈയിടെയായിട്ടും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കയറിയത് ഈ തേർഡ് ഇയർ ആയപ്പോഴാണ്. ഈ തേർഡ് ഇയർ ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും. പിന്നെന്തുവാ ഇന്നലെ വൈകിട്ട് എന്തോ ആർട്ടി പറഞ്ഞായിരുന്നു, 2 പിള്ളേരെ എന്തോ പുറത്തുനിന്ന് 2 പിള്ളേരെ വന്ന് ഓടിപ്പോയത് കണ്ട് അങ്ങനെയുള്ളൊരു പറഞ്ഞായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പല്ലേ അങ്ങനൊരു ഇതിനു മുമ്പേ പിള്ളേരെന്നെ പറഞ്ഞാണ് ഹോസ്റ്റലില് ആർട്ടി എന്തോ 2 പിള്ളേരെ പുറത്തുനിന്ന് കണ്ടായിരുന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ റൈഡിന് മുന്നേ ഇന്നലെ തന്നെ. ഇല്ല, അതിന് വൈകിട്ട് തന്നെ അങ്ങനെ ടോക്ക് ഉണ്ടായി. അല്ല 2 പേരെ എന്തുവാ ഇവിടുന്നോ ആർട്ടി കണ്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു. വൈകിട്ട് ആർട്ടി തന്നെ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞായിരുന്നു 2 പേരെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അല്ല അതിനു മുമ്പ്. ഇപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്കെതിരെ വെറും രാഷ്ട്രീയ ആരോപണം മാത്രം. അതാ ഞങ്ങൾ പെട്ടെന്ന് അതാ നാട് വിട്ടു എന്നൊക്കെ പറയുന്നതല്ലേ. എന്തുവാ ഇല്ല ഇല്ല, അതാണിപ്പോ പറഞ്ഞത്. വൈകിട്ടത്തെ ഈ ഒരു കേസ് ആർട്ടി വരെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല ആക്സസ് ഒന്നുമില്ല. ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നാണ് ഈ ലഹരി കുറെ ആയിട്ടുള്ളതാണ്. പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞത് കുറെ മാസങ്ങളായി നടക്കുന്ന ഒരു ഡ്രൈവാണ് ഇവിടെ, അതിന്റെ തുടർച്ചയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് അടക്കം എന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഞങ്ങൾ ഈ എന്തുവാ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ ഈ KSUയുടെ പരമായിട്ട് അങ്ങനെയും പ്രവർത്തിക്കുന്നതും എല്ലാമാണ്. അപ്പം ഇതിലിപ്പോ എന്തോ പറയാനുള്ളത്. പുറത്തുനിന്നുള്ള ആരാണ്ടൊക്കെ ഇടയ്ക്കും പിടിച്ചായിരുന്നു. ഈ അതെ അന്ന് ഞങ്ങൾ അതിനടുത്തേക്ക് പോയായിരുന്നു. ആകാശ് ഭാരവാഹിയാണോ? പക്ഷെ ഇപ്പൊ അതിനുശേഷം ആകാശ് ഞങ്ങളുടെ ഒപ്പം KSUവിന്റെ ഒപ്പം ഉള്ളതാണ്. പക്ഷെ ഞാനാണ് മത്സരിച്ചതും പിന്നെ ഇവൻ എന്തുവാ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. ഇതിപ്പോ തീർച്ചയായിട്ടും എന്തുവാ SFI എന്നുള്ളൊരു പാർട്ടിയുടെ ഇതിൽ നിന്ന് മറ്റ് ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് അതാണ്. KSU ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായതാ. പക്ഷെ KSU ഭാരവാഹിയാണോ മെമ്പറാണോ? അങ്ങനെയൊന്നും ഇല്ല